കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കിളിക്കൂടിൽ നിന്നും പോവാനായി ഇറങ്ങിയ സാന്ദ്ര കാറിനടുത്തെത്തുമ്പോഴേക്കും സുധീഷിനെ തൻ്റെ അരികിലേക്ക് വിളിച്ച് സുധീഷിനെ കുറ്റപ്പെടുത്തുകയാ. ഇവിടെ വന്ന് അവളിങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമെന്ന് എനിക്ക് 1 മണിക്കൂർ പോലും ഇവിടെ തികച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ എത്ര മാസമായി അവൾ ഇവിടെ താമസിക്കുന്നു? അവൾക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വന്ന് എന്താ എടത്തി എന്ന് ചോദിക്കും. നിധി, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുക. വീട്ടിലേക്ക് വരാനല്ലേ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞോ, നീ അവിടേക്ക് തൽക്കാലം മാറ്, നീ ആലോചിച്ചിട്ട് വിളി. ഞാൻ ഇറങ്ങാന്നും പറഞ്ഞ് കാറിൽ കയറി സാന്ദ്ര യാത്രയാവും. സുധീഷും ടെൻഷനോടെ നിധിയോടായി നിധി വേറൊന്നും പറഞ്ഞില്ല എന്ന് പറയും. പിന്നീട് രാത്രിയാവുമ്പോൾ ഓരോന്നാലോചിച്ച് ഉറങ്ങാതെ കിടക്കുന്ന സുധീഷിനെയും കൂട്ടരെയുമാണ് കാണിക്കുന്നത്. നിധിയുടെ ഏട്ടത്തി നിധിയെ പോലെ തന്നെ നല്ല ആളല്ലേ എന്ന് സുഭാഷ് ചോദിക്കെ അവളുടെ വീട്ടിലെ ആളുകളൊക്കെ ഒരുവിധം നല്ലത് തന്നെയാ എന്ന് സുധീഷും. അത് കേൾക്കെ നികേഷും ഇപ്പൊ അവര് നല്ലവരായോ? ഏടത്തിയുടെ ബ്രദറെ കല്യാണത്തിന്റെ അന്ന് രാത്രി ആളുകളെയും കൂട്ടി വന്ന് നമ്മളെ തല്ലിയതേ ഞാൻ മറന്നിട്ടില്ല. അന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ ഏടത്തിയുടെ കൂടെ ചെന്നപ്പോ അയിത്തമുള്ള ആളെ പോലെ എന്നെ ഗേറ്റിന് വെളിയിലാ നിർത്തിയത്. ഏടത്തി നല്ലയാളാ, അത് പറഞ്ഞാൽ മതിയെന്ന് നികേഷും ദേഷ്യത്തോടെ പറയുകയാ. അങ്ങനെയല്ല നികേഷേ, ഇപ്പോ നമുക്കൊരു പെങ്ങളുണ്ടായി, അവളാണ് ഈ അവസ്ഥയിൽ അകപ്പെട്ടതെന്ന് വെച്ചാ നമ്മളും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആദ്യം പ്രതികരിക്കുക എന്ന് സുഭാഷും. അപ്പോഴേക്കും സുധീഷും അതൊക്കെ പോട്ടെ സുഭാഷ് ഏട്ടാ, അവര് പോകുമ്പോഴേ എന്നെ മാറ്റി നിർത്തി സംസാരിച്ചത് എന്താണെന്നറിയാമോ എന്ന് ചോദിക്കുക. ആ അതെ, ഞാനത് ചോദിക്കണമെന്ന് കരുതിയതാ. എന്താ അവര് സംസാരിച്ചത് എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. സംസാരിച്ചത് മുഴുവൻ നിധിയെ പറ്റി തന്നെയാ. നിധി എത്ര നല്ല നിലയിൽ കഴിഞ്ഞിരുന്നതാണെന്ന് നിനക്കറിയില്ലേ? ഇങ്ങനൊരു അവസ്ഥയിൽ വന്ന് ജീവിക്കേണ്ട ആവശ്യം അവൾക്ക് എന്താണെന്ന് എന്നോട് തിരക്കിയപ്പോ ഞാനാകെ വല്ലാണ്ടായി പോയി എന്ന് സുധീഷും. അതുകൾക്ക് നികേഷും അവർ വീട്ടിൽ വന്നിരിക്കുന്നത് വരെ എല്ലാം ഓക്കെ ആയിരുന്നു. ബാത്റൂമിലേക്ക് പോയപ്പോഴാ പ്രശ്നമായത്. അച്ഛൻ പോയിട്ട് പിന്നെ അതാരും ശ്രദ്ധിച്ചില്ല, അതാ പറ്റിയതെന്ന് നികേഷും. അത് കേൾക്കെ സുഭാഷും ഒയ്യോ എന്ന് പറഞ്ഞ് ടെൻഷനോടെ എഴുന്നേൽക്കുകയാ. സുധീഷും എഴുന്നേറ്റിരുന്ന് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സുഭാഷ്, ഞാൻ ക്ലീൻ ചെയ്യാൻ കയറിയതല്ലേ, മണവും വൃത്തികേടുമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് സുധീഷും. എടാ എന്നാലും വരുമെന്നറിഞ്ഞപ്പോ നിനക്കൊന്ന് ക്ലീൻ ചെയ്യായിരുന്നില്ലേ എന്ന് സുഭാഷ് ചോദിക്കാൻ നികേഷും എഴുന്നേറ്റിരുന്നുകൊണ്ട് ബാക്കിയെല്ലാം ചെയ്തു ഏട്ടാ, അത് മാത്രം മറന്നുപോയി. ഹരീഷും എഴുന്നേറ്റിരുന്ന് സുധീഷ് ഏട്ടനോട് അവര് ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. ഏട്ടത്തി കഴിഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ വീട് തൊഴുത്തിനേക്കാൾ കഷ്ടമാണ് എന്ന് പറയേ ഞാനും അതുതന്നെയാണ് ആലോചിച്ചത്. സ്വന്തമായി അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൊരു മുറിയിൽ ഇത്ര കാലം ജീവിച്ചിട്ട് ഇവിടെയും മുറിയും പബ്ലിക് ടോയ്ലറ്റ് പോലുള്ള ബാത്റൂമും ഒക്കെയായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും, സ്വാഭാവിക എന്ന് സുധീഷും പറയുകയാണ്. നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ഇവിടുന്ന് പോവരുതെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള സൗകര്യമൊന്നും ഈ വീടിനില്ലാതെ പോയി എന്ന് സുഭാഷ് പറയേ. ശരിയാ, എന്നിട്ട് മേടത്തി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് നികേഷും. പോവരുതെന്ന് ഞാനും ഏട്ടത്തിയോട് പറഞ്ഞത്, പക്ഷേ വേണ്ടിയിരുന്നില്ലെന്ന് എനിക്കും തോന്നി. വേറെ എവിടെയെങ്കിലും താമസിക്കാൻ ഏർപ്പാടാക്കിയാൽ മതിയായിരുന്നു. ഇവിടെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ തലയിലെഴുത്തായിപ്പോയി. വെറുതെ എന്തിനാ ഏടത്തി അത് അനുഭവിക്കുന്നത് എന്ന് ഹരീഷ് പറയുന്നത് കേൾക്ക്. എന്താ മതി നിർത്ത്, ഞാൻ പറയുന്നത് പോലല്ല നീ ഇപ്പൊ പറയുന്നത്. നിനക്ക് അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാനാണല്ലോ ഇപ്പോഴും ധൃതി. അതെ, നീതി ഇവിടുന്ന് പോകുന്നതിനെ പറ്റി ഇവിടെ ഇപ്പോ ആരും ആലോചിക്കൊന്നും വേണ്ട എന്ന് സുധീഷും പറയുകയാ. എന്ന് വെച്ച് എല്ലാ കാലത്തും ഈ ദുരിതം അനുഭവിക്കണോ എന്ന് ഹരീഷും. അതിനെന്തെങ്കിലും ചെയ്യണമെടാ, അതാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്, അല്ലാതെ എന്നെ അവളും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് സുധീഷ് പറയേ. നിധി ഇതുവരെ ഒരു പരാതിയും പറയാത്തത് കൊണ്ട് നമ്മളെല്ലാം ഓക്കെയാണെന്ന് കരുതി, പക്ഷേ ആ പാവം ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് ടെൻഷനോടെ പറഞ്ഞ് സുഭാഷും കൂട്ടരും കിടക്കുമ്പോഴേക്കും സുധീഷും അവിടെ ഇരുന്ന് സാന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കുക. അന്ന് ഞാൻ അവളോട് ഈ വീട് വിട്ട് പോകാൻ പറഞ്ഞതാ, പിന്നെ കടിച്ചു തൂങ്ങി അവൾ എന്തിനാ ഇങ്ങനൊരു സ്ഥലത്ത് കഴിയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് സാന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനോടെ സുധീഷും കിടക്കുകയാ. പിന്നീട് രാവിലെയാവുമ്പോൾ അലക്കാനുള്ള തുണികളെല്ലാം സോപ്പ് പൊടിയിൽ കുതിർത്ത് വെക്കുന്ന സുഭാഷിനെയും അവിടെ ഇരുന്ന് പലതേച്ചുകൊണ്ടിരിക്കുന്ന നികേഷിനെയും ഹരീഷിനെയും എല്ലാം കാണിക്കുന്നുണ്ട്. സുഭാഷും ഹരീഷിന്റെ പാന്റ് എടുത്തുകൊണ്ട് തുണി അലക്കാനിടുമ്പോൾ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ചില്ലറ എടുത്ത് മാറ്റണമെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഹരീഷെ. അറിയാതെ എടുത്ത് അലക്കി കഴിഞ്ഞാൽ തുണി ഈറിപ്പോവും എന്നവന് വഴക്ക് പറയുമ്പോഴേക്കും സുധീഷും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് തൂണും ചാരി നിന്ന് പല്ലുതേക്ക് വരുന്ന നികേഷിനെ ചൂളമടിച്ച് വിളിച്ച് എന്താണ് പല്ലുതേക്കുവാണോ എന്ന് ചോദിക്കേ. അല്ല, കുളിക്കുവാ. സുഭാഷ് ഏട്ടെന്താ കഞ്ഞി കുടിക്കുന്നു, ഹരീഷ് ഏട്ടെന്താ വ്യായാമം ചെയ്യുന്നു എന്നവനെ കളിയാക്കുമ്പോഴേക്കും നിന്നോട് സംസാരിക്കാമെന്ന എന്നെ പറഞ്ഞാൽ മതി എന്ന് സുധീഷ്. അവനപ്പോഴേക്കും പഴയ ബ്രഷ് ഹോൾഡറിൽ നിന്ന് ഒരു ബ്രഷ് എടുത്ത് എന്റെ സുഭാഷ് ഏട്ടാ, ഇനിയെങ്കിലും ഈ ബ്രഷ് ഒന്ന് മാറ്റി സുഭാഷ് ഏട്ടേ, നോക്കിയേ ചെമ്പരത്തി വിരിയുന്ന പോലെ വിരിഞ്ഞുപോയി, ഇത് വെച്ചിനി എത്ര നാള് പോകുമെന്നാ എന്ന് സുധീഷ് ചോദിക്കേ. എന്തുവാടാ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഒരു ബ്രഷും അത് വെക്കാൻ പറ്റിയ സ്റ്റാൻഡും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ ആ ബ്രഷ് സ്റ്റാൻഡ് മുറ്റത്തേക്ക് വലിച്ചെറിയുകയാ. എടാ നീ എന്താ ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സുഭാഷ് ആ ബ്രഷ് ഹോൾഡർ ചെന്നെടുത്ത് എടാ ഇത് കളയാൻ എളുപ്പം എന്ന് പറഞ്ഞ് വീണ്ടും അതവിടെ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും ഈ ഓട്ടട്ടിൻ ഇങ്ങനെ കഞ്ഞിത്തരം കാണിക്കല്ലേ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷും. ഇത് കഞ്ഞിത്തരമല്ല മോനെ, ബ്രഷ് തൽക്കാലം ഇതിൽ വെച്ചാൽ ഇരുന്നോളൂ.
സ്റ്റാൻഡിന് വേണ്ടി പൈസ കളയാൻ എന്റെ കയ്യിലില്ല എന്ന് സുഭാഷ് പറയേ. അയ്യേ, ഒരു 10 രൂപയ്ക്ക് അത് കിട്ടില്ലേ എന്ന് സുധീഷും. എന്നാ പിന്നെ ഇങ്ങേർക്ക് വരുമ്പോ വാങ്ങിയിട്ട് വരായിരുന്നില്ലേ എന്ന് ഹരീഷ്. എടാ ചെറുക്ക, നിന്നോട് ഇവിടെ ആരും സംസാരിച്ചിട്ടില്ലെന്ന് സുധീഷ് പറയേ. കേട്ടന്റെ ന്യായം ആർക്കും പറയാമെന്ന് ഹരീഷും. മതി മതി, ഇനി അതി പിടിച്ചു തൂങ്ങണ്ടെന്ന് നികേഷും പറയുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും സുഭാഷിനോടായി, സുഭാഷേട്ടാ ഒരു കാര്യം അറിയോ, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കെ അങ്ങോട്ട് വന്ന ഹരീഷും, അത് ശരിയാ ചേട്ടാ, ഭയങ്കര കൊതുകായിരുന്നു എന്ന് പറയേ. എന്നിട്ട് മലർന്നു കിടന്ന് ഭയങ്കര കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ എന്ന് സുധീഷും ചോദിക്കും. കണ്ണടച്ചു കിടന്ന ഉറങ്ങാന്നാണോ അർത്ഥം എന്ന് ഹരീഷ് ചോദിക്കേ. ഉണർന്നു കിടക്കുന്ന ആരെങ്കിലും കൂർക്കം വലിക്കോ മണ്ട എന്ന് ചോദിച്ച് സുധീഷ് പേസ്റ്റ് ഞെക്കുമ്പോഴേക്കും അത് മുഴുവൻ താഴോട്ട് പോവുകയാണ്. സുഭാഷും, എടാ അത് പോകുന്നടാ, എന്തുവാ ഇത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കേ. പേസ്റ്റ് എന്ന് പറയാൻ ഇതിനകത്ത് എന്തുവാ ഉള്ളത് സുഭാഷേട്ടാ എന്ന് സുധീഷും. നീ നോക്ക്, ഒന്നുമില്ലെന്ന്, അതിങ്ങു തന്നെ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ബ്രഷ് വാങ്ങി. ഒന്നുമില്ലെന്നോ എന്ന് ചോദിച്ച് ആ പേസ്റ്റ് ട്യൂബ് അമർത്തുമ്പോഴേക്കും ഇന്ന് കുറച്ച് പേസ്റ്റ് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ കിട്ടിയില്ലേ എന്ന് ചോദിച്ച് അവന്റെ ബ്രഷിലേക്ക് ആ പേസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴേക്കും കിട്ടി എന്ന് സുധീഷും ആ പേസ്റ്റ് നികേഷിന്റെ നേരെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട്, ഇതെടുത്തു വെച്ചേ, ഇനി 2 ദിവസം കൂടി ഉപയോഗിക്കാനുള്ളതുണ്ട് എന്ന് പറയേ. 2 ദിവസോ, ഇതോ ഇനിയോ എന്ന് ചോദിച്ചവൻ ആ പേസ്റ്റ് ിലേക്ക് വലിച്ചെറിയുകയാ. ഇതിന്റെ അവസാന തുള്ളി വരെ സുഭാഷ് ഏട്ടൻ പിഴിഞ്ഞെടുത്തു. ഇനി നമുക്ക് പുതിയത് വാങ്ങാമെന്ന് എന്ന് നികേഷ് പറയേ. നീ എന്റെ അടുത്തൊന്ന് മേടിക്കും എന്ന് സുഭാഷ്. അല്ല, ഞാൻ ഉറങ്ങാത്തതിന്റെ കാരണം പറഞ്ഞില്ലെന്ന് സുധീഷ് വീണ്ടും പറയേ. എന്തുവാ എന്ന് സുഭാഷ്. അത് ശരിയാ, യഥാർത്ഥ കഥ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, എന്നാ നിങ്ങൾ കേക്ക്, ഞാൻ പോവുക എന്ന് പറഞ്ഞ ഹരീഷും ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും, നിക്ക്, നീ കൂടെ കേൾക്കേണ്ട കഥ, നമുക്കേ ഒരു ബാത്റൂം കൂടി പണിതാൽ എന്ന് സുധീഷ് ചോദിക്കേ. അമ്പരപ്പോടെ ബാത്റൂമോ ഇനിയോ എന്ന് സുഭാഷ്. അതെ, ഇന്നലെ അവളുടെ ഏട്ടത്തി വന്നപ്പോൾ ഉണ്ടായ സംഭവം സുഭാഷ് ഏട്ടൻ അറിയില്ലേ, ഇനി അത് ഉണ്ടാവരുത് എന്ന് സുധീഷ് പറയേ. അതിന് അവരിനി വരാൻ പോകുന്നുണ്ടോ എന്ന് സുഭാഷ്. എന്താ സുഭാഷ് ഏട്ടത്, വന്നില്ലെങ്കിലും നിധി ഇനിയും ആ വൃത്തികെട്ട ബാത്റൂം ഉപയോഗിക്കണമെന്നാണ്. അതിലൊക്കെ ഇട്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ വെച്ച് ഒരു ക്ലീൻ ബാത്റൂം അവൾക്ക് വേണ്ടി മാത്രമല്ല, അവളുടെ ഹൈജീനും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. കാശ് എത്ര ചെലവായാലും വേണ്ടില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്ന് സുധീഷ് പറയാം. ആര്, സുധീഷ് ഏട്ടനോ? ബെസ്റ്റ് ടൈം എന്ന് ഹരീഷും. ദേ, നീ വെറുതെ കയറി ഇതിനകത്ത് അഭിപ്രായം പറയല്ലേ എന്നവനെ താക്കീത് ചെയ്തോണ്ട് സുഭാഷ് ഏട്ടനോടായി. ചേട്ടാ, അവൾക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ബാത്റൂം അത് വേണം സുഭാഷ് ഏട്ടൻ, പിന്നെ വേറൊരാളും അത് യൂസ് ചെയ്യാനും പാടില്ല എന്ന് സുധീഷ് പറയും. അത് എന്ന് പറഞ്ഞ് സുധീഷ് ആലോചനയോടെ നിൽക്കും. സുഭാഷ് ഏട്ടാ, ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, കല്ലും മണലും സിമെന്റും ഒക്കെ ഞാൻ ഇറക്കി തരാം, ചേട്ടനൊന്ന് പണി തന്നാ മാത്രം മതിയെന്ന് സുധീഷ് പറയേ. അതല്ലടാ, വല്യച്ഛൻ ഇതൊന്ന് പെയിന്റ് ചെയ്യാൻ പോലും സമ്മതിക്കാറില്ല, അപ്പൊ പുതിയ ബാത്റൂം പണിയാന്നൊക്കെ എന്ന് പറഞ്ഞ സുഭാഷും ടെൻഷനോടെ നിൽക്കും. ഇവരോടൊക്കെ പോയി പണി നോക്കാൻ പറ സുഭാഷ് ഏട്ടാ, എത്ര കാലമെന്ന് വെച്ചിട്ടാ നമ്മൾ അവരെയും ഭയന്ന് ജീവിക്കുന്നത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും, അത് ശരിയാ സുഭാഷ്. സുധീഷ് ഏട്ടന്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടാ കൊള്ളാവുന്നൊരു നിർദ്ദേശം കേൾക്കുന്നത്. നമുക്കേ നല്ലൊരു ബാത്റൂം പണിയാം, എന്താ എന്ന് ഹരീഷും ചോദിക്കും. അതാണ് കറക്റ്റാ എന്ന് സുധീഷ് പറയേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സജഷൻ പറയട്ടെ, താഴെ ബാത്റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു മുറിയിൽ പണി സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്ന അത് നമുക്ക് ബാത്റൂമായി മാറ്റിയെടുത്താൽ ഉള്ളിലെ ടൈലും ക്ലോസറ്റൊക്കെ വെച്ച് നമുക്കതൊരു ബാത്റൂമാക്കി മാറ്റാം. വാട്ടർ കണക്ഷൻ എടുക്കാൻ അതാ സൗകര്യം എന്ന് സുഭാഷ് പറയെ. ആവേശത്തോടെ ഓക്കെ അത് മതി എന്ന് സുധീഷ്. എന്നാ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് നികേഷ് അകത്തോട്ട് ഓടിപ്പോയി. മിലേക്ക് ചെന്ന് കട്ടിലിനടിയിൽ നിന്നും ഒരു പഴയ പെട്ടി വലിച്ചെടുത്തു. അതിലൊരു ഡയറിയിൽ സൂക്ഷിച്ചു വെച്ച കുറച്ച് കാശ് മുറ്റത്തേക്ക് ചെന്ന് ആ കാശ് നീട്ടുമ്പോഴേക്കും എന്താടാ ഇത് എന്ന് സുഭാഷൻ ചോദിക്കുക. ബാത്റൂം പണിയാൻ എന്റെ വക സംഭാവന എന്നവൻ പറയുന്നത് കേൾക്ക്. നിനക്ക് ഇത്ര കാശ് വിടുന്ന എന്ന് സുഭാഷ്. കർമണി കൂട്ടിവെച്ചിരുന്നതായിട്ടാ, അതാ എടുത്തു പറഞ്ഞവൻ നീട്ടുമ്പോഴേക്കും അത് വേണ്ട മോൻ, കൂട്ടിവെച്ചതല്ലേ അതെടുക്കണ്ടെന്ന് സുഭാഷും. അപ്പോഴേക്കും നിധിയും ഉമ്മറത്തേക്ക് എത്തുകയും അയ്യോ അത് സാരമില്ല ഏടത്തിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് നികേഷ് പറയുന്നത് കേൾക്ക്. നീ അട ചക്കരെ സ്നേഹമുള്ള അനിയൻ എന്ന് പറഞ്ഞ് സുധീഷും നികേഷിനെ ചേർത്ത് പിടിച്ച് അവന്റെ കവിളത്തൊരു ഉമ്മ നൽകൂ. നിധിയും പടിക്കെട്ടിലേക്ക് ഇറങ്ങി. കുറെ നേരമായല്ലോ, എന്താ ഒരു ആലോചന എന്ന് ചോദിക്കേ. ഏയ് ഒന്നുമില്ലെന്ന് സുഭാഷ്. അപ്പോൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് അകത്തോട്ട് കയറി പോവുകയും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് എന്താ സുഭാഷ് ഏട്ടാ പ്രശ്നം എന്ന് ചോദിക്കേ. പ്രശ്നമൊന്നും ഇല്ല മോളെ, ഞങ്ങള് ഇവിടെ വരുത്തേണ്ട ചില മാറ്റങ്ങളെ പറ്റി പറയുമായിരുന്നു എന്ന് സുഭാഷ് പറയേ. എന്ത് മാറ്റങ്ങള് എന്ന് നിധിയും. ഇനി കാര്യമായിട്ടൊന്നുമില്ലെന്ന് സുഭാഷ് പറയേ. ഞങ്ങളെ ഇടത്തേക്ക് വേണ്ടി ഒരു ബാത്റൂം ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നികേഷ്. അപ്പോഴേക്കും അകത്തുനിന്ന് ഹരീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോഴേക്കും സുഭാഷ് അകത്തോട്ട് ഓടി പോവുകയാ. സുഭാഷ് ഏട്ടാ അതാ എന്റെ കോൺട്രിബ്യൂഷൻ വെച്ചോ എന്ന് പറഞ്ഞ് നികേഷും അവന്റെ പുറകെ ഓടുന്നുണ്ട്. നിധിയും സുധീഷിനോടായി എന്താ സുധീഷ് ഇത് എന്ന് ചോദിക്കേ. എടോ ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് സുധീഷും. ഇന്നലെ ഏടത്തി വന്നോണ്ടാണോന്ന് നിധി ചോദിക്കേ. ഏയ് അതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഞങ്ങളെല്ലാവരും നിധിയോട് ഇവിടെ താമസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷേ അതിനു വേണ്ട മിനിമം സൗകര്യങ്ങളെ കുറിച്ച് ആലോചിച്ചില്ല. സോറി എന്ന് പറയുമ്പോഴേക്കും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് നിധി. ഞങ്ങൾക്കറിയാം, എന്നാലും ഞങ്ങൾ നോക്കേണ്ട ചില കാര്യങ്ങളില്ല, അത് നോക്കാതിരുന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് താൻ വാ എന്ന് പറഞ്ഞ് സുധീഷ് അകത്തോട്ട് കയറി പോവുകയാണ്. പിന്നീട് ഹരീഷ് മെക്കാനിക്കൽ ഷോപ്പിലേക്ക് എത്തുമ്പോഴേക്കും
ആശ വന്നല്ലോ. എന്താ ഏട്ടാ വൈകിയെന്ന് ചന്തുവും ചോദിക്കുന്നു. ഒരു വണ്ടി നോക്കാനുണ്ടായിരുന്നു മലയും കീഴിൽ എന്ന് ഹരീഷ് പറയേ. അതങ്ങ് ദൂരെയാണല്ലോ എന്ന് ചന്തു. ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ടിറ്റോ ചോദിക്കേ. എന്താ ഗൾഫിലാണോ? വരുമ്പോ ചോക്ലേറ്റും സ്പ്രേയും ഒക്കെ കൊണ്ടുവരാൻ എന്ന് തന്റെ ഡ്രസ്സ് മാറിക്കൊണ്ട് ഹരീഷും ചോദിക്കുക. ഫസ്റ്റ് പോലും കഴിക്കാതെ രാവിലെ ഇവിടെ ജോലി ചെയ്യുവാൻ തിന്നാൻ എന്തേലും കൊണ്ടുവന്നോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ എന്ന് ടിറ്റോയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ജോലി എടുക്കുന്നു. അത് നീയ് എന്ന് ടിറ്റോടായി പറഞ്ഞേ. എടാ നമ്മുടെ ഷാനുക്കയുടെ വണ്ടി കൊടുത്തോ എന്ന് ചന്തുവിനോടായി ചോദിക്കുന്നുണ്ട് ഹരി. അത് രാവിലെ കൊടുത്തേട്ടാ, ക്യാഷ് ഓണറുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് ചന്തു പറയുമ്പോഴേക്കും അതെ ഈ വണ്ടി ഒന്ന് നോക്കിയേ, ഇതിന്റെ എഞ്ചിന്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു ശബ്ദം എന്ന് ടിറ്റോയും. ഹരീഷ് അവന്റെ അരികിലേക്ക് ചെന്ന് ആ വണ്ടി നോക്കുമ്പോഴേക്കും എടാ വേറെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ഹരീഷ് ചോദിക്കുന്നു. ടിറ്റോ അപ്പുറത്തിരുന്ന് വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ചന്തുവിനെ ഒന്ന് നോക്കി ചിരിയോടെ ആ തോമസ് ഏട്ടന്റെ MIT വന്നിരുന്നു, ഞാൻ റീസെറ്റ് ചെയ്തു കൊടുത്തു എന്ന് പറയേ. ഒരു 4-5 പഞ്ചർ കേസും വന്നിട്ടുണ്ടേ എന്ന് ചന്തുവും വിളിച്ചു പറയുന്നു. പിന്നെ ഫുൾ സർവീസിന് ഒരു 3 വണ്ടി കൂടി വന്നിട്ട് എന്ന് ടിറ്റോ പറയേ. പിന്നെ നീതു എന്ന് ചന്തു പറയുന്നത് കേൾക്കെ ഹരീഷും പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്ന് വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഏയ് ഇതിലെ പോയിരുന്നെന്ന് ജിങ്കോ. ഇങ്ങോട്ട് വന്നില്ല എന്ന് ഹരീഷ് ചോദിക്കെ. തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇങ്ങോട്ട് വന്നില്ല എന്ന് ഹരീഷ് ചോദിക്കെ. തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന് ജിങ്കോ. അല്ല ഒരു തവണ നോക്കിയെന്ന് ചന്തു. ചിലപ്പോ ആശാനുണ്ടോന്ന് നോക്കിയതായിരിക്കുമെന്ന് അവൻ പറയേ. ഇങ്ങോട്ട് വന്നൊന്നും പറഞ്ഞില്ലേ എന്ന് ഹരീഷ്. ഇത് എന്തൊരു കഷ്ടമാണ്, ഇല്ലെന്ന് പറഞ്ഞില്ലേ, മനുഷ്യനെ ജോലി ചെയ്യാനും സമ്മതിക്കും എന്ന് ടിറ്റോ പറയേ. ഹരീഷേട്ടാ അവൾ ഇങ്ങോട്ട് വരണമെന്ന് ആശയുണ്ടോ ഹരീഷേട്ടാ എന്ന് ചന്തുവും ചോദിക്കുന്നു. അത് കേൾക്കെ ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോന്ന് ടിറ്റോയും പാടുകയാ. ചന്തുവും എഴുന്നേറ്റ് ചെന്ന് ഇത്രയുള്ളൂ ഹരീഷേട്ടാ, മനുഷ്യന്റെ മനസ്സ് ഇങ്ങോട്ട് തേടി വരുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കും, കാണാതാവുമ്പോൾ തേടിച്ചെല്ല. എത്ര വിചിത്രമല്ലേ ഹരീഷേട്ടാ എന്ന് ചന്തു ചോദിക്കുമ്പോഴേക്കും തേടി തേടി ഞാൻ അലഞ്ഞു, പാടി പാടി ഞാൻ തുലഞ്ഞുന്ന് ടിറ്റോ വീണ്ടും പാട്ട് പാടുകയാ. അവളൊന്നും ഇതിലെ പോയില്ല ഹരീഷേട്ടാ, ഞങ്ങൾ വെറുതെ പറഞ്ഞത്. ഒരു കാമുകന്റെ മനസ്സിന്റെ വെപ്രാളം ഹരീഷേട്ടന്റെ മുഖത്ത് നല്ല പോലെ ഉണ്ടായിരുന്നു. ഈ വിരഹവും ദുഃഖവും ഒന്ന് ആളി കത്തിക്കാനേ ഞങ്ങൾ കുറച്ച് ഗ്യാസ് കത്തിച്ചതാ, വേറൊന്നുമില്ല ഹരീഷേട്ട എന്ന് ചന്ത് പറയുമ്പോഴേക്കും അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. ടിക്കറ്റ് പോടാ വെക്കടാ അവിടെ എന്ന് പറഞ്ഞ് അവന്റെ അരികിലേക്ക് ചെന്ന് ആ വണ്ടി നോക്കുമ്പോഴേക്കും ടിറ്റോ എഴുന്നേറ്റ് ചെന്ന് തൂണും ചാരി നിൽക്കുമ്പോഴാണ് നീതു റോഡിലൂടെ നടന്നു വരുന്നത് കാണുന്നത്. അവനും സന്തോഷത്തോടെ ഇപ്പോൾ വരുന്നുണ്ട്, നോക്കണം ആശാനെ എന്ന് പറഞ്ഞ് ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ എന്ന് പാട്ട് പാടിക്കൊണ്ടു നിൽക്കും. അവൾ അവനെ മൈൻഡ് ചെയ്യാതെ അതിലൂടെ നടന്നു നീങ്ങുമ്പോഴേക്കും പറന്നുപോയി നീയകലെ എന്ന് ടിറ്റോയും ടെൻഷനോടെ പാടിക്കൊണ്ട് നിൽപ്പാ. നീതു നടന്നു നീങ്ങി ഒരു നിമിഷം നിന്ന് ഹരീഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ആശാൻ കൊതിക്കാറുണ്ടെന്നും എന്നവൻ പാടുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ തലയുയർത്തി ഡാ എന്ന് വിളിക്കുമ്പോഴാണ് നീതു അങ്ങോട്ട് വരുന്നത് കാണുന്നത്. തൻ്റെ അരികിൽ നിൽക്കുന്ന നീതുവിനോടായി എന്താ കടയിലേക്ക് ഇനി വരില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വന്നെന്ന് ഹരീഷ് ചോദിക്കേ. ഓഹോ അങ്ങനെയാണോ എന്ന് നീതു. അത് കേൾക്കെ ചന്തവും എൻ്റെ കുട്ടി ഒരു പാവം പെൺകുട്ടിയോട് പറയാൻ പാടില്ലാത്തതൊക്കെ നിന്റെ മുഖത്ത് നോക്കി ആശാൻ പറഞ്ഞിട്ടില്ല, എന്നിട്ട് വീണ്ടും ഇയാളെ തേടി വരാൻ നിനക്ക് നാണം മാനം ഉളുപ്പ് ഒന്നുമില്ലാതായി പോയോ എന്ന് ചന്തവും ചോദിക്കുന്നുണ്ട്. അതിന് ആരിവനെ കാണാൻ വന്നോ? വീട്ടിൽ എന്നെ പെണ്ണ് കാണാൻ ആള് വന്നു, അതൊന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി എന്നവൾ പറയുന്നത് കേൾക്കെ ഹരീഷും പുച്ഛത്തോടെ ചിരിക്കുക. അത് കാണേ നീതുവും അതിൽ തമാശിക്കാനൊന്നുമില്ല, സുന്ദരികളായ പെൺകുട്ടികളുടെ വീട്ടിലെ അതൊക്കെ സ്വാഭാവികമായി നടക്കും എന്നവൾ പറയേ. സുന്ദരികളായ പെൺകുട്ടികളുടെ കാര്യത്തിൽ അത് ശരിയായിരിക്കും എന്ന് ഹരീഷും. ആ സർട്ടിഫിക്കറ്റ് എനിക്ക് തരാനേ 100 പേര് വേറെ കാണും, ഈ കരിയോയിൽ മോറൻ വേണ്ട എന്ന് നീതു. അത് കേൾക്കെ ടിറ്റോയും ചിരിയോടെ അത് കൊള്ളാലോ കരിയോയിൽ മോറൻ പറഞ്ഞ് ചിരിക്കുക. അപ്പോഴേക്കും ചന്തവും അല്ല കുട്ടി കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ വന്നിരുന്നതല്ലേ, ഈ കല്യാണക്കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ, ഇതെന്താ ഇത്ര പെട്ടെന്നെന്ന് ചോദിക്കേ. പെട്ടെന്നൊന്നുമല്ല, വീട്ടുകാരെ കുറെ കാലമായി ആലോചിച്ചോണ്ടിരിക്കുക, എൻ്റെ അച്ഛന് ശ്വാസം മുട്ടുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ വരും എന്നവൾ പറഞ്ഞു നിർത്തിയപ്പോഴാണ് അബദ്ധം മനസ്സിലായി. അല്ല ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ശ്വാസം മുട്ട് വരുമെന്ന്, അതുകൊണ്ട് മരിക്കുന്നതിന് മുന്നേ എന്നെ കെട്ടിക്കണമെന്ന് വാശി എന്നവൾ പറയേ. ഓ വീട്ടിലാകെ ഡാർക്ക് സീനാണല്ലോ എന്ന് ടിറ്റോയും വെറുതെ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചിട്ട് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ഇനിയിപ്പോ അങ്ങനെയൊന്നും മനസ്സിൽ സൂക്ഷിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ഓക്കെ പറഞ്ഞു എന്നവൾ പറയേ. ഓ പിന്നെ ഡാർക്ക് ഡബിൾ ഡാർക്ക് എന്ന് ടിറ്റോയും. ചെറുക്കനിങ്ങനെ ഗ്രീസിലും കരിയോയിലും കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ശരിക്കും പറഞ്ഞ ജോലിക്കേ പോണ്ട ആവശ്യമില്ല, അത്രയും കാശുള്ള വീട്ടിലെയാ എന്ന് നീതു പറയുന്നത് കേൾക്കെ. അത്രയും കാശുള്ള വീട്ടിലെയാണല്ലോ ഓട്ടോ ഓടിക്കുന്ന ചന്ദ്രന്റെ വീട്ടിൽ പെണ്ണാലോചിക്കാൻ വന്നിരിക്കുന്നത്, തള്ളാണ്ട് പോവാൻ പറയടാ എന്ന് ഹരീഷും. അത് കേൾക്കെ ചന്തവും ഹരീഷേട്ടാ സൗന്ദര്യം ചിലപ്പോ ചില കുട്ടികൾക്ക് ശാപം മാത്രമല്ല ഭാഗ്യമായിട്ടും വരും എന്ന് ചന്തു പറയേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചന്തു എന്ന് നീതു. അത് തിരിച്ചറിയണമെങ്കിലേ പെൺകുട്ടികളെ ആരാധിക്കുന്ന മനസ്സ് വേണമെന്ന് നീതു പറയേ. ആശാൻ അതില്ലെന്ന് ടിറ്റോയും. ടിക്കാതിരിക്കാനായി മാത്രം പയ്യൻ ജോലിക്ക് പോകുന്നുണ്ട്, അതും കപ്പലിലെ ക്യാപ്റ്റനായി. 6 മാസം കടലിലും പിന്നെ 6 മാസം കരയിലുമാ എന്ന് നീതു പറയുന്നത് കേൾക്കെ. അപ്പൊ പിന്നെ പയ്യന് 6 മാസം ബോറടിച്ചാൽ മതിയല്ലോ, പിന്നെ ഹാപ്പി ആയിട്ട് കടലിൽ ജീവിക്കാമെന്ന് ഹരീഷ്. അതെ ഇയാളെ കെട്ടിയിരുന്നെങ്കിലേ ഞാൻ വർഷം മുഴുവനും ബോറടിച്ച് ചത്തേനെ, നമ്മളെ മതിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനു ജീവിതം കളയണം അല്ലേ ടിറ്റോ
അല്ല ചന്തു എന്നവൾ ചോദിക്കെ എക്സാക്ട്ലി എന്ന് ചന്തുവും. അല്ല നീതു, ഇതൊക്കെ ശരിക്കും സത്യമാണോ എന്ന് ചന്തു ചോദിക്കെ സംശയമുണ്ടെങ്കിൽ നീ വീട്ടിൽ പോയി എന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും. ചെറുക്കൻ ഇപ്പോ കരയില്ല, കടലിലേക്ക് പോകുന്നതിന് മുന്നേ കല്യാണം നടത്തും, അതുകൊണ്ട് പെട്ടെന്ന് നടക്കും. ഞാൻ ക്ഷണിക്കുന്നുണ്ട്, എല്ലാവരും കൂടി വന്ന് കല്യാണം അടിപൊളിയാക്കി തരണം എന്ന് നീതു പറയുന്നത് കേൾക്കെ ഹരീഷും ചന്തുവും ടിറ്റോയും എല്ലാം വല്ലാതാവുകയാ. സംശയിക്കേണ്ട, ഇപ്പോഴാണ് എന്റെ നിലയും വിലയും എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. വെറുതെ ഞാൻ കുറെ സമയം കളഞ്ഞ് ഇവിടെ വന്ന് നാണം കെട്ടതിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നു. അതിനൊന്നും പകരം വീട്ടാതെ എന്തായാലും നീതു വെറുതെ ഇരിക്കില്ല. കല്യാണം കഴിഞ്ഞ ഒരു സൂപ്പർ ബൈക്ക് വാങ്ങി അതിലിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഞാനും ചെറുക്കനും കൂടി ഈ വഴിക്ക് പോകും. അതും നോക്കി ചിലരിവിടെ വാ പൊളിച്ച് നിൽക്കും. അപ്പോൾ പരികർമ്മകളിൽ ആരെങ്കിലും ഒരാള് അത് അടച്ചു കൊടുത്തേക്കണം, ഈച്ച കയറാതിരിക്കാൻ എന്ന് ചന്തുവിനെയും ടിറ്റയും നോക്കിക്കൊണ്ട് പറഞ്ഞേ നീതു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ടിറ്റോ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പോയി പണി നോക്കടാ എന്ന ദേഷ്യത്തോടെ ഹരീഷും. ടെൻഷനോടെ അവൻ എഴുന്നേറ്റ് ചെന്ന് നീതു പോകുന്നതും നോക്കി നിൽപ്പാ. നീതുവും പിന്തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങിക്കൊണ്ട് ഒരു ചിരിയോടെ ഇത്തിരി വേദനിക്കട്ടെ എഴുതാ എന്നും പറഞ്ഞ് നടപ്പാ. ടെൻഷനോടെ അവൾ പോകുന്നതും നോക്കി നിൽക്കുന്ന ഹരീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധി ഇന്റർവ്യൂവിനായി ട്രൈ ചെയ്യുന്നതും നീതുവിന്റെ കല്യാണക്കാര്യം അറിഞ്ഞ് ഹരീഷ് ടെൻഷനോടെ ഇരിക്കുകയാണെന്നും ശരിക്കും നീതുവിന്റെ കല്യാണം ഉറപ്പിച്ചോ എന്ന് ചന്തു നീതുവിനോടായി ചോദിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ